No foundation, concealer, primer, but from this to this in just 10 minutes. Kandalo. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വെരി ഗുഡ് മോർണിംഗ്. കാരണം എനിക്കിപ്പോൾ ഓഫീസിലേക്ക് ഇറങ്ങാനായിട്ട് ഇനി ഒരു 10-15 മിനിറ്റ്സും കൂടെ ഉണ്ട്. ഫോൺ കാണുന്നില്ല, ടൈം നോക്കാൻ. 10-15 മിനിറ്റ്സും കൂടെ ഉണ്ട്. ഈ 15 മിനിറ്റ്സിൽ ഞാൻ സിമ്പിളായിട്ട് റെഡി ആവുന്നത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നോ ഫൗണ്ടേഷൻ, നോ കൺസീലർ, നോ പ്രൈമർ, നോ എനിക്ക് ഈ പേരൊന്നും അറിയില്ല. ഐ ഹവ് നെവർ ട്രൈഡ് മേക്കപ്പ് ഫോർ മൈസെൽഫ്. അത് പഠിക്കണമെന്നുണ്ട്, പഠിക്കാം. പക്ഷെ ഞാനിന്ന് അഫോർഡബിൾ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ വെച്ച് മാത്രം, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അത് വെച്ച് മാത്രം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയാണ് ലുക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഇതെൻ്റെ ബെയർ ഫേസ് ആണ്. ഇത് കണ്ടോ, മുടി ഉണങ്ങിയിട്ട് വരെ ഇല്ല. ഞാൻ കുളിച്ച് ജസ്റ്റ് ഇറങ്ങി ഡ്രസ്സ് ഇട്ടു. ഓക്കെ, അപ്പോൾ എൻ്റെ ബെയർ ഫേസാണ്. ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, മോയ്സ്ചറൈസർ ഇല്ല, ഒന്നുമില്ല. ആൻഡ് ലിപ്സ് ബെയറാണ്. കണ്ണെഴുതിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആദ്യമേ തന്നെ ഞാൻ മുടി ഒന്ന് ഇത് എന്തെങ്കിലുമൊക്കെ പുരട്ടുമ്പോൾ മുഖത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹെയർ ബാൻഡോ എന്തെങ്കിലുമൊക്കെ വെക്കുക കേട്ടോ. ഞാൻ ഒരു ക്ലിപ്പ് ഇടുന്നതേ ഉള്ളൂ. ഓക്കെ, കണ്ടോ, ഇത് ഉണങ്ങിയിട്ട് പോലും ഇല്ല എൻ്റെ മുടി. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ എൻ്റെ കയ്യിലുള്ളത് ഒരു വിറ്റമിൻ സിയുടെ ഒരു ആലോവേര ജെല്ലാണ്. ഓക്കെ, സോ ആദ്യമേ തന്നെ ഞാൻ ഈ ആലോ ജെല്ല് ഒരു ഇച്ചിരിക്കോളം എടുത്ത്, ഇത് ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഞാൻ വിറ്റമിൻ സി ചൂസ് ചെയ്തതാണ്. ഞാൻ ആദ്യം നോർമൽ ആലോവേര ജെല്ലായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ദിസ് ടൈം ഐ സ്വിച്ച് ടു വിറ്റമിൻ സി. ഓക്കെ, അപ്പോൾ അതൊന്ന് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് ഫേസ് ഒന്ന് ഇത് ചെയ്യാം, മോയ്സ്ചർ കൊടുക്കാം ഫേസിന്. ഓക്കെ, ഫോർഹെഡ് തുടങ്ങി കംപ്ലീറ്റ് ആയിട്ട് ഇടണേ. നെക്കിലേക്ക് സ്പ്രെഡ് ചെയ്യാം. എനിക്ക് പിന്നെ കുറച്ച് പിഗ്മെൻറ്റേഷൻ ഉണ്ട് എൻ്റെ അപ്പർ ലിപ്പിലും എൻ്റെ മൗത്തിൻ്റെ സറൗണ്ടിങ്ങിലും പിഗ്മെൻറ്റേഷനും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ലൈഫിൽ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കല്യാണത്തിന് മാത്രമേ യൂസ് ചെയ്തുള്ളൂ. ആൻഡ് ദെൻ ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി ഒരു 2 സെക്കൻഡ്സിൽ ഒരു 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന വിറ്റമിൻ സിൻ്റെ ജെല്ല്. ആൻഡ് ഇത് ഹൈഡ്രേറ്റിംഗ് ആയിട്ട് വെക്കും, ഒരിക്കലും ഗ്രീസി ആക്കില്ല. ഇറ്റ് ഈസ് ഹൈലി റെക്കമെൻഡഡ്. അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത്, അതൊന്ന് സെറ്റായി, ഓക്കെ, അതൊന്ന് ഡ്രൈ ആയി, ലൈറ്റ് മോയ്സ്ചറേ ഉള്ളൂ. അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ജോൺസൺസ് ബേബിയുടെ ഒരു സോഫ്റ്റ് ക്രീമാണ്. ഇത് ഫേസിനും ബോഡിക്കും ഉള്ളതാണ്. ആൻഡ് ദിസ് വിൽ ആക്ട് ആസ് എ ഗുഡ് മോയ്സ്ചറൈസർ. ഏതെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് പോൺസ് ആവാം, എന്ത് വേണേലും ആകാം. ഞാൻ വളരെ ലൈറ്റ് ക്വാണ്ടിറ്റിയിലേ എടുക്കുന്നുള്ളൂ. ഓക്കെ, നമ്മുടെ ഫേസിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് മോയ്സ്ചറൈസർ. ടാറ്റുവോ പിയർസിങ്ങോ അതൊന്നും അല്ല, ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇസ് എ മോയ്സ്ചറൈസർ ഫേസിന് കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ അത് ഈവനായിട്ട് അപ്ലൈ ചെയ്യാം. ആദ്യമേ തന്നെ മോയ്സ്ചറൈസിങ് ഹെൽപ്സ് ഇൻ ഹൈഡ്രേറ്റിംഗ് ദി സ്കിൻ. എപ്പോഴും സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുമാത്രമല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ആ പ്ലംപിനെസ് അങ്ങനെ തന്നെ ദ എൻറ്റയർ ഡേ നിൽക്കും. ആൻഡ് ഐ വാസ് ബാഡ് അറ്റ് മോയ്സ്ചറൈസിങ് മൈ ഫേസ്. ബട്ട് നൗ ഐ റിയലൈസ് നമ്മുടെ സ്കിന്നിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്, യെസ്, മോയ്സ്ചറൈസിങ്. അടുത്തത് ഈ ഒരു ലിപ്സ്റ്റിക് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇത് മാക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. മാക്കല്ല, മാർസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് പഴയതാണ്. ഞാൻ ലാസ്റ്റ് ഇയർ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മേക്കപ്പ്, ഫൗണ്ടേഷൻ, കൺസീലർ, ഐ ഷാഡോ അതൊന്നും ഞാൻ ഇടാറില്ല. സോ ഇന്ന് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇച്ചിരി നിങ്ങൾക്ക് ഐലിഡ്സുമ്പോൾ കുറച്ച് പിഗ്മെൻറ്റേഷൻ ആക്കണമെങ്കിൽ ഈ സെയിം ലിപ്സ്റ്റിക്ക് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിങ്ങനെയൊന്നും ആക്കാറില്ല. എൻ്റെ ഓഫീസിൽ പോകുമ്പോൾ ആൾക്കാർ ഞെട്ടും, എന്താണെന്ന് വിചാരിക്കുന്നു. കാരണം ഞാനിങ്ങനെ മേക്കപ്പ് ഒന്നും ഇട്ട് പോവാറില്ല. കുർത്തി ഇട്ടാലും മാക്സിമം സിമ്പിളായിട്ട് ഞാൻ പോവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒന്ന് ടിൻറ്റഡ് ആക്കി കൊടുക്കാം. ഇനി നെക്സ്റ്റ് വൺ ഇസ് ഐലൈനർ. ഓക്കെ, ഈ ഐലൈനർ എനിക്ക് ക്യാമറ നോക്കി ഇടാൻ അറിയില്ല. ഐലൈനർ ഞാൻ പോയി ഇട്ടിട്ട് വരാം. ഓക്കെ, വാട്ടർ ലൈനിലും ഇടും. എൻ്റെ ഫേസ് കാണുന്നുണ്ടോ? വാട്ടർ ലൈനിൽ ഞാൻ ഇടും. ഓക്കെ, ആൻഡ് ഞാനൊരു ചെറിയ വിങ്ങും കൊടുക്കും. ആൻഡ് ഈ എഡ്ജസും ഞാൻ ഫില്ലാക്കും. ആൻഡ് വിത്ത് ദിസ് വൺ തിങ്. ഓക്കെ, ഞാൻ പോയി ഇട്ടിട്ട് വരാം. കണ്ടോ,
അപ്പം ഞാൻ ഈ ഒരു ഐലൈനർ, അതായത് ഡാസ്ലറിൻ്റെ ഈ ഒരു ഐലൈനർ വെച്ചിട്ട് ഞാൻ സൈഡ് ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്, ഈ എഡ്ജ് ഫില്ലാക്കിയിട്ടുണ്ട്, ആൻഡ് ഒരു വിങ് കൊടുത്തിട്ട് വാട്ടർ ലൈനിലും പിന്നെ താഴെയും കൂടെ ലൈറ്റായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ സമയം പോവുകയാണ് ഗൈസ്. ഇനി ഞാൻ എടുക്കുന്നത്, ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ ഐസ് ഇച്ചിരിയും കൂടി വൈഡറായിട്ട് കാണിക്കണം. കാരണം ഞാനിപ്പോൾ മേളിൽ എഴുതിയിട്ടില്ല. ഓക്കെ, ഞാൻ മേളിൽ എഴുതിയിട്ടില്ല. മേളിൽ എഴുതുവാണെങ്കിൽ ഇറ്റ് ലുക്ക് മോർ വൈഡ്. ഓൾറെഡി എനിക്ക് മൊട്ടക്കണ്ണാണ്. അപ്പം ഞാൻ ഇന്ന് ഒരു ഇച്ചിരി ഒരു മസ്കാര യൂസ് ചെയ്യുവാണ്. ഓക്കെ, ഇതൊന്ന് ഇച്ചിരിയും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. എപ്പോഴും ഇടാറൊന്നുമില്ല, ബിക്കോസ് മസ്കാര ഇടുമ്പോൾ എനിക്ക് ഇടയ്ക്ക് ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. ഞാൻ അടുത്ത് വരുമ്പോൾ പേടിക്കരുത്. ഓക്കെ, കുറച്ചും കൂടെ സെറ്റായി കണ്ടോ കണ്ണ്. ഇത് കഴിഞ്ഞിട്ട് ഇതൊരു ലിപ്പ് ലൈനർ. ഓക്കെ, ഒരു ലിപ്പ് ലൈനറാണ് ഇത്. ഏത് ബ്രാൻഡ്, ഏത് ഷെയ്ഡ് എന്നൊന്നും നിങ്ങൾ ചോദിക്കരുത്, ബിക്കോസ് ഇത് 10 minutes ഗെറ്റ് റെഡിയാണ്. ഇതേതൊരു കടയിൽ നിന്ന് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ഞാൻ ചെയ്യുന്നതിൽ തെറ്റുകളൊക്കെ ഉണ്ടാവും, കാരണം ഞാൻ തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും ഒക്കെ വേറെ വേറെ സ്ഥലത്തു നിന്നായിരിക്കും. കാരണം എനിക്ക് മേക്കപ്പ് എനിക്ക് ഒട്ടും ഇടാൻ അറിയില്ല. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഒരുങ്ങി പോവാറ്, പക്ഷെ ഞാൻ പഠിക്കും. എന്നിട്ട് നമ്മൾ ഈ ഒരു ലിപ് ക്രയോൺ വെച്ച് ഫില്ല് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ, സെറ്റ്. ഇനി ബ്ലഷ് പോലെ ഫീൽ ചെയ്യിപ്പിക്കണമെങ്കിൽ ചെറിയ ഒരു ആ ലിപ്സ്റ്റിക്കിൻ്റെ തന്നെ ഞാൻ ഇച്ചിരി എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ഡാബ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, മേളിലേക്ക് എലിവേറ്റ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ. ഓക്കെ, ഞാനൊക്കിത് എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ചെയ്യാറൊന്നുമില്ല ഇങ്ങനെ, പക്ഷെ ഇന്ന് ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത്. അയ്യോ, ഓവറായിട്ട് പിങ്കായോ. ഓക്കെ, യാ സെറ്റ്. ഓക്കെ, ഇനി നിങ്ങൾ പൊട്ട് വെക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ആയിക്കോ. ഓക്കെ, ചെറിയൊരു പൊട്ട്. പൊട്ട് സെറ്റാകാന്ന് എനിക്കറിയില്ല. ഒരു മിനിറ്റ്. പിന്നെ ഒരു സ്റ്റെപ്പ്, ഒരു ഓപ്ഷണൽ സ്റ്റെപ്പ് ഉണ്ട്. നിങ്ങൾ ഇടുന്ന മോയ്സ്ചറൊക്കെ ലോക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഇരിക്കണമെങ്കിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്തില്ലെങ്കിൽ ഒരു ചെറിയൊരു മറ്റേ നമ്മുടെ നോർമൽ പൗഡർ വരില്ലേ, അതെടുത്തൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒക്കെ സെറ്റായിരിക്കും. എൻ്റെ സിമ്പിൾ മേക്കപ്പ് ലുക്ക്. അയ്യോ, ഏതുണ്ട്? ഇത്രയൊക്കെ മതിയില്ലേ? നമ്മൾ ആരെ കാണിക്കാൻ ഓഫീസിൽ പോകണം? അവിടെ ചെന്ന് ജോലി എടുത്ത് ചാവാനല്ലേ? ഇത്രയൊക്കെ മതി. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഞാൻ ക്വിക്കായിട്ട് റെഡി ആവുന്നത്. അപ്പോൾ അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ടാറ്റ ബൈ ബൈ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ബൈ.